ജുവാ, ഞാൻ എൻ്റെ ടെമ്പർ തെറ്റിയിരിക്കാം. നീ അപ്പുറത്തെങ്ങാണ് പോയേ. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയൊരു മൂടല്ല എനിക്ക്. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. ഞാൻ ഇനി അങ്ങനെ ചെയ്യല്ലേ ചായ. നിന്നെ കരയിക്കണമെന്നോ വഴക്ക് പറയണമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാ. പക്ഷെ ഇനി നീ ചെയ്തത് ഇത്ര കൂടിപ്പോയി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പരിചില്ലാത്ത സ്ഥലല്ലേ. എനിക്കറിയാം ചായ, ഞാൻ നിങ്ങളൊക്കെ വിളിച്ചതാ. അപ്പൊ എല്ലാരും ഉറക്കമായിരുന്നു. അപ്പൊ നിങ്ങളെ ശല്യം ചെയ്യണ്ട, വേഗം പോയിട്ട് വരാന്ന് കരുതി. പക്ഷെ താമസിക്കാന്ന് വിചാരിച്ചില്ല. മതി മതി, ഇനി കരയണ്ട. ഇനി കരഞ്ഞ ഉള്ള മേക്കപ്പ് എല്ലാം അങ്ങ് പോകും. ഇനി ഇങ്ങനെ ചെയ്യാണ്ടിരുന്നാ മതി. ഓക്കെ? പിന്നെ എന്റെ കൊച്ച് ജിമിന് വേണ്ടി എന്താ വാങ്ങിയേ? ഈ ചെന്നൈന്ന് കാണിച്ചേ. അതോ, ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി. എങ്ങനെയുണ്ട് നോക്കിയേ. ഓ, ഇത് കൊള്ളാലോ. ഇതെന്തായാലും അവന് ഇഷ്ടപ്പെടും. നിന്റെ സെലക്ഷൻ അടിപൊളിയാ. പിന്നെ ഞാൻ കേട്ട ചെറുതായിട്ടൊന്നും മാറിപ്പോയി കേട്ടോ. സോറി. മനുഷ്യനല്ലേ, ഒരബദ്ധമൊക്കെ പറ്റും. ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ഫാൻ മീറ്റിങ്ങിനൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന്. ശരിയാ ചേച്ചി, ഞാനും അതാ പറയാൻ വന്നെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒന്ന് വരുന്ന സമയം കളയണ്ട. വാ, നമുക്ക് പോയി സീറ്റ് പിടിക്കാം. ഞാൻ വെളിയിലുണ്ടാവേ. നിങ്ങൾ പോയെല്ലാം കഴിഞ്ഞിട്ട് വാ. വെളിയിൽ വന്ന് ഈച്ചടിക്കാനാണെങ്കിൽ വീട്ടിലെങ്ങാണ്ട് ഇരുന്നാൽ പോരായിരുന്നു. മര്യാദയ്ക്ക് എന്നോട് അകത്തേക്ക് വന്നു. ഇല്ലെങ്കിൽ എന്നെ മേടിക്കുവേ. 안녕하세요 여러분, 모두 만났을 골키퍼예요. 저긴 바베큐 말해요. 저도 좋아요 사실 거다요. 모두 해주셔서 감사드립니다. എടി, ഇവരെന്തോ അടി പറയുന്നേ? എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നാണം കെടും. പിന്നെ അവര് പറയുന്നില്ല, ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ ഒന്നും മനസ്സിലാവാത്ത. എന്താ പറ, അവരെന്തോ പറയുന്നേ? കർത്താവെ വലിച്ച് അതെന്താന്നറിയോ, അവർക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമീസിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അതൊക്കെയാ പറയുന്നേ, വേറെ ഒന്നുമില്ല. എന്നിട്ട് അവർ ഇന്ത്യ എന്ന് പറയണ ഞാൻ കേട്ടില്ലല്ലോ. അതിന് നിനക്ക് കൊറിയ അറിയാവോ? ഇല്ല. അറിയാമെങ്കിൽ എന്നോട് ചോദിക്കുവോ? അറിയത്തില്ലെങ്കിൽ ചുപ്പ്. ഓരോരോ സംശയം ചോദിച്ചോണ്ട് വന്നേക്കും. മനസ്സിലവിടെ എന്തോ അവര് പറയുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇനി അവനും കൂടെ പറഞ്ഞു കൊടുക്കാൻ പോന്നെ. ദൈവമേ. ഈ കോട്ടുപൂച്ചയോട് ചോദിക്കാൻ പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും എന്റെ കൊച്ചിനെ വിളിക്കാം. അവൾ എന്തായാലും എനിക്ക് പറഞ്ഞുതരും. എടി ജു, ഇവർക്കൊന്നും മലയാളത്തിൽ പറഞ്ഞൂടെ? അല്ലെ സബ് ടൈറ്റിൽസ് വെച്ചൂടെ? ആഹാ, എന്റെ കൂടെ വന്ന എല്ലാത്തിന്റെ എക്സ്പ്രഷൻ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് കൂട്ടുണ്ട്. ആഹാ, സമാധാനം. അയ്യോടി, കുണുവാ വെച്ച് കളിക്കുന്നു. ഞാൻ വിചാരിച്ചത്ര പോലെ കുഴപ്പമൊന്നുമില്ല. എടി, എനിക്ക് ആകെ പേടിയാവുന്നു. അവർക്കെന്നെ മനസ്സിലാവോ? അയ്യേ, മനസ്സിലായ ആകെ നാണക്കേടാവുമല്ലോ. നീ എന്നോടാരാ ജിമ്മിനെ കാണുമ്പോ തന്നെ കറങ്ങിയടിച്ച് വീഴാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ? ഇനിയിപ്പോ അവരെ ഓർത്താൽ തന്നെ അങ്ങ് സഹിച്ചോ? ഒരു സമാധാനത്തിന് ചോദിച്ചപ്പോ ഉള്ള സമാധാനം കൂടെ കളയി കാലത്തി. ജുവ, നീ അടുത്തത്. ചെല്. കർത്താവേ, അവർക്കൊന്നും ഓർമ്മ കാണല്ലേ. എനിക്ക് ശക്തി തരൂ. ആഹാ, ആരിത്? ഞാനാ. എന്തായിരുന്നു ഒന്ന് പേര് പറഞ്ഞത്? ജുവാന. ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല നീ എങ്ങനെ വീഴൂന്നുള്ളത്. അതൊരു പ്രത്യേക സാഹചര്യം. ജുവാന, താൻ ചമ്മൊന്നും വേണ്ട. ഞാൻ തന്നെ കളിയാക്കാനൊന്നും പോകുന്നില്ല. എനിവേ, നമുക്ക് സംസാരിക്കാൻ ഇത്ര ടൈം ഉള്ളൂ. എന്തായാലും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കേ. ഓക്കെ, ഇനി ഇങ്ങനൊന്നും കറങ്ങി വീഴാതെ നോക്ക്. താനോ? കർത്താവേ, അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? അങ്ങനെയാണ് ജിമ്മിന് ഓർമ്മയുണ്ടോ?
ഫേസ് എങ്ങനെ വെക്കണ്ട. എന്തായാലും താൻ എല്ലാവരും കണ്ട എക്സൈറ്റ്മെന്റ് അല്ലേ? ഗുഡ്, ഒരു കുഴപ്പമില്ലടോ. ആഹാ ജുവാന, തന്റെ നെയിം എനിക്ക് ഓർമ്മയുണ്ട്. തന്നെ ഒന്ന് കാണാൻ വെച്ചിരിക്കുകയായിരുന്നു. ആ, എന്റെ നെയ്മൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തിനാ ഹോബിച്ച എന്നെ കാണുമെന്ന് വിചാരിച്ചേ? എനിക്കറിയാം താൻ അപ്പോഴത്തെ എക്സൈറ്റ്മെന്റിലാ വീണതെന്ന്. പക്ഷെ അന്നേരം ജിമ്മിൻ തന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആകെ കാര്യം വഷളായേനെ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഓക്കെ, ഞാൻ തന്നെ കളിയാക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പോലും ഒട്ടും പ്രതീക്ഷയില്ല അപ്പൊ വീഴുമെന്ന്. എന്നാലും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഹായ്, എന്തായിരുന്നു തന്റെ നെയിം? എന്റെ പേര് ജുവാന. ആദ്യമായിട്ടാണോ കോൺസേർട്ടും ഫാൻ മീറ്റിംഗ് ഒക്കെ? അതെ, ഫ്രീ കോൺസേർട്ട് ആണെന്ന് കേട്ടപ്പോ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വന്നതാ. സൗത്ത് ഇന്ത്യൻ ആണല്ലേ? അതെ, സൗത്ത് ഇന്ത്യനാ. പിന്നെ ജിമിന, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? ഓ വാവ്, ഇതെനിക്കാണോ? അതെ. ഇറ്റ്സ് സോ നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും വേണ്ട. ഇങ്ങനെ നോക്കല്ലേ ജിമിന, ചങ്കുകുട്ടി ചത്തുപോകും. ജോന, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ബട്ട് തന്നോട് ഞാനത് ചോദിക്കുന്നില്ല. എനിക്കറിയാം അതിന്റെ റീസൺ. സോ എനിക്ക് കളിയാക്കാനൊന്നും താല്പര്യമില്ല. ഐ നോ യുവർ ഫീലിങ്സ്. ഓക്കെ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം ഇത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും അല്ലാതെ കാണുവാണെങ്കിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോ ബൈ. ബൈ ജിമിന. അയ്യോ, എനിക്ക് ജിമിനോട് ഇന്ന് നൈസായിട്ട് സംസാരിച്ചു. അയ്യോ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും ഫാൻ മീറ്റിംഗിൽ പങ്കെടുത്തു. അവരവരുടെ ബയാസറോട് സംസാരിച്ചു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തേ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരാൾ മാത്രം ഫാൻ മീറ്റിംഗിൽ പങ്കെടുക്കാതെ അവിടെ തന്നെ വായും പൊളിച്ച് നോക്കിയിരിക്കുക. ഇത് ഇന്നെങ്ങാണോന്ന് കഴിയോ? കൊറേ നേരമായി മനുഷ്യന് ബോറടിച്ചിട്ട് വയ്യ. ഈ കുറിച്ചെന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ നോട്ടത്ര ശരിയല്ലല്ലോ, എന്തോ ഒരു തകരാറ്. സൈറ്റോ? ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ലേ? അയ്യോ, അവരെത്തിയേ. അയ്യോ ജോയലേ, നീ ഫ്ലഷ് അടിക്കല്ലേ, അതെങ്ങാണ് അവൻ കണ്ടിട്ട് വേണം. അയ്യോ, അവര് അവിടെ എന്തെടുക്കാണോ? ഞാനിപ്പോ ചാകും. 크라운을 만들기 둘러서요. 여기서 들으시면요. 바이올. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ ചേച്ചി ജിമിനോട് ഇങ്ങനെ നൈസായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഐ എം സോ ഹാപ്പി നൗ. എന്തായാലും ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ. ഇനിയിപ്പോ എന്തായാലും സമാധാനത്തോടെ തിരിച്ചു പോകാം. ഉടനെ ഒന്നും തിരിച്ചു പോകണ്ട. 2 ദിവസം നമുക്ക് ഇവിടെയൊക്കെ നടന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അല്ല, ഈ ജോയ്ക്ക് എന്ത് പറ്റി? അവിടെ നിന്ന് ഇറങ്ങിയ പോലെ ഇതേ മോഹമാണല്ലോ. ജോജായ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? എന്താ പറ്റിയെന്നോ? ഇതിൽ കൂടുതൽ എന്തോന്നും പറ്റാന്. നിങ്ങളവിടെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ അവന്റെ പേര്? ടയോമോ വിയോ? ഓ, അവൻ എന്താ അവിടെ നിന്ന് കാണിച്ചെന്ന് നിങ്ങൾക്ക് അറിയോ? അവനെന്ത് കാണിക്കാനാ? എന്താ കാണിച്ചേന്നോ? നിങ്ങളുടെ ലോകസുന്ദരനുണ്ടല്ലോ, എന്നെ അവിടെ നിന്ന് വളയ്ക്കാൻ നോക്കുമായിരുന്നു. അവൻ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. കണ്ടോ, ഇപ്പൊ നിങ്ങൾ ഞെട്ടിയില്ലേ? ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ഞെട്ടി തിരിച്ചത്.
എന്തിനിങ്ങനെ ചിരിക്കുന്നെ? അത് ഞാനിവിടെ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും നല്ലൊരു തമാശ ഈ വർഷം ഞാൻ കേട്ടിട്ടില്ല ചായ. ചിരിക്കടി, ചിരിക്കെ, എല്ലാരും ചിരിക്കെ. ഇത് തെളിയിക്കാനുള്ള ഒരു അവസരം ദൈവമായിട്ട് എനിക്ക് എപ്പോഴേലും കൊണ്ടുതരും. അന്നേരം ഞാൻ കാണിച്ചു തരാം. ഹേ ഓൾ,